ഹായ് ഫ്രണ്ട്സ്, സിജു ആണ് ഗോവയിൽ നിന്നും. അപ്പോൾ ഇന്ന് നമ്മൾ IMC ബിസിനസ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾക്ക് IMC ബിസിനസ്സിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങളെല്ലാവരും ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പിൽ രജിസ്റ്റേർഡ് അസോസിയേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡാഷ്ബോർഡ് മെനു ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് നമ്മളുടെ വെർച്വൽ ഓഫീസായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നിൽ നിങ്ങൾക്ക് മൈ പർച്ചേസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ ഷിപ്മെൻറ്റ് അഡ്രസ്സ് ആദ്യം വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇതിനകത്തൊരു എൻ്റെ കസ്റ്റമേഴ്സിൻ്റെയും എൻ്റെയും ഒക്കെ ആയിട്ട് അഡ്രസ്സുകൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്കത് സേവ്ഡ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കത് പുതുതായിട്ട് ആഡ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ഷിപ്പിംഗ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, പിൻകോഡ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്ഥലം വരും. ഇവിടെ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് അഡ്രസ് കോളത്തിൽ നിങ്ങളുടെ അഡ്രസ്സും അതിൻ്റെ കൂടെ മൊബൈൽ നമ്പറും കൂടെ ഒന്നോടെ ആഡ് ചെയ്തേക്കുക. കാരണം അത് നമുക്ക് ബൈ കൊറിയർ വരുമ്പോൾ അവർക്ക് ആ നമ്പർ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അത് സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി അഡ്രസ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഷോപ്പിങ്ങിലേക്ക് പോകാം. അപ്പോൾ കമ്പനിയുടെ പ്രോഡക്റ്റ് കാറ്റഗറികളെല്ലാം കാണാം. അഗ്രികൾച്ചർ, വെറ്റിനറി, സ്കിൻ കെയർ, പേഴ്സണൽ കെയർ, ഹോം കെയർ, ബേബി കെയർ, അങ്ങനെ എല്ലാ കാറ്റഗറീസും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് വേണ്ട പ്രോഡക്റ്റ് ഏത് കാറ്റഗറിയിൽ പെട്ടതാണെന്ന് നമ്മൾ ആദ്യം നമ്മുടെ ബ്രോഷർ നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം ഇവിടെ കാറ്റഗറി ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിൽ എന്നുള്ള പ്രോഡക്റ്റാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ആ കാറ്റഗറി സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനുശേഷം വേണം നമ്മളതിനെ ആഡ് ടു കാർട്ട് കൊടുത്ത് നമ്മളുടെ ഷോപ്പിംഗ് കാർട്ടിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ സെർച്ച് കോളം വന്നിട്ടുണ്ട്. അവിടെ പെയിൻ അവേ ഓയിൽ എന്നുള്ളതാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. പെയിൻ അടിക്കുമ്പോൾ തന്നെ നമുക്ക് പെയിൻ അവേ ആയിട്ട് ബന്ധപ്പെട്ട 4 പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അതിൽ നമുക്ക് പെയിൻ അവേ ഓയിലാണ് വേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പം നമുക്കതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. അതായത് പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ പ്രോഡക്റ്റ് എന്തൊക്കെയാണ് അതിൻ്റെ യൂസേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർഡിലേക്ക് ആഡ് ആവും. അപ്പോൾ സെലക്ട് ഷിപ്പിംഗ് അഡ്രസ്സ് എന്നായിരിക്കും ഫസ്റ്റിൽ ചോദിക്കുക. കാരണം നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ ഷിപ്പിംഗ് അഡ്രസ്സ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഏറ്റവും ആദ്യം കണ്ടിരുന്നു നമുക്ക് ഷിപ്പിംഗ് അഡ്രസ്സ് ആദ്യം സേവ് ചെയ്തിടാനുള്ളൊരു ഓപ്ഷൻ കണ്ടിരുന്നു. അപ്പോൾ ആ ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ ഷിപ്പിംഗ് അഡ്രസ്സ് ഓൾറെഡി ഇതിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഷിപ്പിംഗ് അഡ്രസ്സിൽ ഏതിലേക്കെങ്കിലും ആണ് നമുക്ക് പ്രോഡക്റ്റ് അയക്കേണ്ടതെങ്കിൽ എളുപ്പമാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഷിപ്പിംഗ് അഡ്രസ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഷിപ്പിംഗ് അഡ്രസ്സ് വീണ്ടും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടേക്കുന്ന അഡ്രസ്സുകളുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആഡ് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുത്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ അഡ്രസ്സ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാർട്ടിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആവും. അപ്പോൾ കാർട്ടിൽ ചെന്നതിന് ശേഷം നമുക്ക് അത് ഏത് പ്രോഡക്റ്റാണോ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അത് നോക്കുക. കാർട്ടിലേക്ക് ആഡ് ആയിട്ടുണ്ട്. നമ്മളത് കാർട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി 1, ടോട്ടൽ അസോസിയേറ്റ് പ്രൈസ് 122, 27 BV. നമ്മളത് ചെക്കൗട്ട് കൊടുക്കുക. കണ്ടിന്യൂ, നമ്മൾ വേറെ പ്രോഡക്റ്റ് ഒന്നും എടുക്കുന്നില്ല, നമ്മൾ ചെക്കൗട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഷിപ്പിംഗ് ചാർജസ് 65 രൂപ വരുന്നുണ്ട്. പിന്നെ നമ്മൾ സെലക്ട് മോഡ് ഓഫ് ഡിസ്പാച്ച് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതിൽ നമ്മൾ കൊറിയർ സെലക്ട് ചെയ്യുക. കൊറിയർ സെലക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ പേയബിൾ എമൗണ്ട് 187 നമുക്ക് കാണിക്കും. ഇതാണ് നമ്മൾ ശരിക്കും ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലെത്താനായിട്ട് നമ്മൾ മുടക്കേണ്ട എമൗണ്ട്. ഇപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ 2500 രൂപ വരെ നമുക്ക് 65 രൂപ ഡെലിവറി ചാർജ്. 2500 രൂപയ്ക്ക് മുകളിലോട്ട് വരുന്ന ബില്ലാണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഡെലിവറി കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഇത് പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇവിടെയാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത്. കാരണം ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് ഇതിൽ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കറക്റ്റായിരിക്കും. ഇപ്പോൾ നമുക്ക് അതിനകത്ത് ബിൽ എമൗണ്ട് കണ്ടു, ക്രെഡിറ്റ് കാർഡാണോ, അങ്ങനെയാണ് മറ്റേ മേക്ക് പേയ്മെൻറ്റോ അതർ ഓപ്ഷൻസും പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ UPI വെച്ചാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ എളുപ്പം നമ്മൾ UPIയുടെ പേയ്മെൻറ്റ് ഓപ്ഷൻസാണ് സെലക്ട് ചെയ്തേക്കുന്നത്. പേ ബൈ എനി UPI ആപ്പ്. അതിനകത്ത് നമുക്ക് ഭീം ഉപയോഗിക്കാം, GPay ഉപയോഗിക്കാം, ഫോൺപേ ഉപയോഗിക്കാം, Paytm ഉപയോഗിക്കാം. ഞാൻ GPay ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ GPayയിലോട്ട് അത് കണക്റ്റ് ആവും. GPayയിൽ നിന്ന് നമ്മളുടെ പിന്നെ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പേയിങ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് കോർപ്പറേഷനിലേക്കുള്ള പേയ്മെൻറ്റിൻ്റെ റിക്വസ്റ്റ് വരും. അത് നമ്മൾ പേ കൊടുക്കുക. പേ കൊടുത്തതിന് ശേഷം നമ്മുടെ പിൻ നമ്പർ അടിച്ച് നമുക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അത് അതിലേക്കുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പേയ്മെൻറ്റ് ഓപ്ഷൻ ഓൾറെഡി പേയ്മെൻറ്റ് ഡണ്ണായി. അത് പിന്നെ നമ്മൾ ബാക്കിലോട്ട് പോകുകയൊന്നും ചെയ്യരുത്. നമ്മൾ വെയിറ്റ് ചെയ്യുക. മർച്ചൻ്റ് സൈഡിലേക്ക് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആവും. ആ റീഡയറക്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഓർഡർ കൺഫേംഡ് എന്ന് പറഞ്ഞ് ഓർഡർ നമ്പറും അതിൻ്റെ ഓർഡർ ഡേറ്റും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു കൺഫർമേഷൻ അവിടെ ഡൺ കൊടുക്കുക. ഓക്കെ,
ഇത്ര ആയാൽ നമ്മളുടെ പ്രോഡക്റ്റ് ഓർഡറിങ് കഴിഞ്ഞു. ഇനി അത് പ്രോസസ്സ് കറക്റ്റ് ആയോ എന്നറിയാൻ വേണ്ടി നമ്മൾ വീണ്ടും നമ്മുടെ മെനുവിൽ ചെല്ലുക. അതിൻ്റെ ഏറ്റവും താഴെ ജീനിയോളജിക്ക് ശേഷം മൈ പർച്ചേസസ് എടുക്കുക, യുവർ ഓർഡേഴ്സ് എന്നുള്ളത് എടുക്കുക. അപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഓർഡർ ചെയ്തേക്കുന്നതായിരിക്കും ഏറ്റവും ആദ്യം കിടക്കുക. അതിനകത്ത് ഓർഡർ നമ്പർ നോക്കുക, 1207-185 ആണ് നമ്മുടെ ഓർഡർ നമ്പർ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ GST ബില്ല് ഓട്ടോമാറ്റിക്കലി ആ ബില്ല് നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന ആളുടെ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ അത് ഷിപ്മെൻറ്റ് അഡ്രസ്സാണ്, ഷിപ്പ് ടു ഇന്ന ആളുടെ പേര് അഡ്രസ്സുണ്ട്. ഇത് നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കുക, നമ്മൾ കറക്റ്റാണോ കൊടുത്തേക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്തേക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഗോവ അഡ്രസ്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബിൽ എമൗണ്ട് നോക്കുക. ബിൽ എമൗണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം 187. നമ്മൾ ആ ഓർഡർ ചെയ്ത പോലെ തന്നെയുള്ള എമൗണ്ടാണ് നമുക്ക് കട്ടായിരിക്കുന്നത്. എൻ്റെ ബില്ല് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടുന്ന് ബാക്ക് പോവുക. വീണ്ടും അതിൻ്റെ താഴത്തേക്ക് ഒരു ആരോ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്കറിയാം. അത് അപ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ, പ്രോഡക്റ്റ് നമുക്ക് എത്തിച്ചേരാനായിട്ട് അപ്രൂവ് ആയിട്ടുണ്ട്. ഓർഡർ ഡേറ്റ് എന്നാണ്, സ്റ്റാറ്റസ് എന്താണ്, എമൗണ്ട് എത്രയാണ്, ഡെലിവറി ചാർജ് എത്രയാണ്, ഏത് വഴിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്, BV എത്രയാണ്, എല്ലാ ഡീറ്റെയിൽസും അതിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടെ നമ്മുടെ ഓർഡർ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഒരു നെക്സ്റ്റ് ഡേയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഓർഡർ സ്റ്റാറ്റസ് എന്നുള്ളത് ഡെസ്പാച്ച്ഡ് എന്ന് കാണിക്കും. ഓക്കെ, ഡെസ്പാച്ച്ഡ് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് അവിടെ നിന്ന് കമ്പനി അയച്ചു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഒരു 4 to 7 ഡേയ്സിനുള്ളിൽ എന്തായാലും നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിലോട്ടൊക്കെ ഓർഡർ ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ കിട്ടി. ഇപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ഇതേപോലെ തന്നെ നമ്മളുടെ കസ്റ്റമറായിട്ടൊരു വ്യക്തിക്കോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. ആകെ മൊത്തം ചെയ്യേണ്ടത് നമ്മൾ അവരുടെ അഡ്രസ്സ് കളക്ട് ചെയ്തതിന് ശേഷം, അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം നേരത്തെ ഷിപ്പിംഗ് അഡ്രസ്സ് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കാർട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഏത് അഡ്രസ്സാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റ് അവർക്ക് ഹോം ഡെലിവറി ചെയ്യാൻ പറ്റും. അതിനുവേണ്ട എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും കമ്പനി ചെയ്തിട്ടുണ്ട്. ഇത് വളരെയധികം നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഫിസിക്കലി നമ്മൾ ഇൻവോൾവ് ചെയ്യാണ്ട് തന്നെ പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള മെത്തേഡ് ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബിസിനസ്സിൻ്റെ ഒരു ബ്യൂട്ടി. നമ്മൾ ഫിസിക്കലി ഇൻവോൾവ് ചെയ്യാണ്ട് തന്നെ പ്രോഡക്റ്റുകൾ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ ഓർഡേഴ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഫോൺ പേ, ഗൂഗിൾ പേ, അങ്ങനെ UPI ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റമറിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു കസ്റ്റമർക്കാണ് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ക്രെഡിറ്റ് ഓപ്ഷൻസ് പറയരുത്. നമ്മൾ അവർക്ക് വേണ്ടി നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം അത് പിന്നീട് ആ ഒരു നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെയൊക്കെ അത് ബാധിച്ചേക്കാം. ചെറിയ എമൗണ്ടിന് വേണ്ടി നമുക്ക് അവരുമായിട്ട് ബാർഗെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരോട് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യം, ഇത് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേയ്മെൻറ്റും അഡ്രസ്സും പിൻകോഡും കാര്യങ്ങളും എല്ലാം നമ്മൾക്ക് അയച്ചു തരണം എന്നുള്ള കാര്യം പറഞ്ഞ് ആ പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓൺലൈൻ ഓർഡർ പ്ലേസ് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പലർക്കും നമ്മൾ പ്രോഡക്റ്റ് ഇതുപോലെ കൊടുക്കും, അവസാനം നമ്മൾ വലിയ കടക്കണിയിലോട്ട് പോകും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. ആർക്കായാലും നമ്മൾ പ്രോഡക്റ്റിൻ്റെ പേയ്മെൻറ്റ് കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഓൺലൈൻ ഷോപ്പിംഗ് നടത്താവുള്ളൂ. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം തന്നെ ഒരുപാട് BVയുടെ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയ BV ആണെങ്കിൽ പോലും നിങ്ങൾ പേഴ്സണൽ BV ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ടോട്ടലി ബിസിനസ് ഇൻക്രീസ് ചെയ്യാനായിട്ടും ഈ ഓൺലൈൻ ഷോപ്പിംഗ് മെത്തേഡ് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതെല്ലാവരും പഠിപ്പിക്കുക, മറ്റുള്ളവരെ ഇത് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആളുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിനോ നിങ്ങളുടെ അസോസിയേറ്റ്സിനൊക്കെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഷോപ്പിംഗ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മൾട്ടിപ്പിൾ, അതായത് നമ്മുടെ കമ്പനിയുടെ മൊത്തം പ്രോഡക്റ്റുകളും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഒരു പ്രോഡക്റ്റ് പോലും നമ്മൾ ഫിസിക്കലി ക്യാരി ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഏറ്റവും ഹൈടെക് ആയിട്ടുള്ളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ്. അപ്പോൾ അത് നമ്മൾ ആളുകൾക്ക് അതെന്താണ്, നമ്മൾ ഹൈടെക് ബിസിനസ് ആണ്, അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാവുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ പ്രൂഫാണ് നമ്മുടെ ഈ ഓൺലൈൻ ഷോപ്പിംഗ്. അപ്പോൾ അത് നമ്മൾ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇത് പഠിപ്പിക്കുകയാണ് നമ്മളൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്ന വ്യക്തിയുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ആളുകൾക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എല്ലാവരെയും പഠിപ്പിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു.